ജനുവരി 6 ദനഹ പെരുന്നാൾ. ദനഹ എന്നതിൻ്റെ അർത്ഥം പ്രകാശമുദിച്ചു, ദൈവം വെളിപ്പെട്ടു എന്നാണ്. ദനഹ പെരുന്നാൾ പ്രകാശത്തിൻ്റെ പെരുന്നാളാണ്. ഈ ദിനത്തിൽ നമ്മുടെ ധ്യാനത്തിനായി നൽകപ്പെട്ടിട്ടുള്ള വചനഭാഗം മത്തായി 3:13 മുതൽ 17 വരെ. യേശുവിൻ്റെ മാമോദീസായും മിശിഹാത്വത്തിൻ്റെ വെളിപ്പെടുത്തലും പരിശുദ്ധ ത്രിത്വത്തിൻ്റെ വെളിപ്പെടലുമാണ് ഈ വചനഭാഗത്തിൻ്റെ ഉള്ളടക്കം. ഇവ മൂന്നുമാണ് ഈ തിരുനാളിൽ നാം അനുസ്മരിക്കുന്നത്. സ്നാപക യോഹന്നാനിൽ നിന്ന് സ്നാനം സ്വീകരിച്ചു കഴിഞ്ഞ് യേശു വെള്ളത്തിൽ നിന്ന് കയറിയപ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു. ദൈവാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ തൻ്റെ മേൽ ഇറങ്ങി വരുന്നത് അവൻ കണ്ടു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് ഒരു സ്വരം സ്വർഗത്തിൽ നിന്ന് കേട്ടു. ഇവിടെ സ്വർഗത്തിൻ്റെ സ്വരം സ്നാപക യോഹന്നാനും അടുത്തു നിൽക്കുന്നവർക്കുമാണ് നൽകപ്പെട്ടത്. ഇവൻ എൻ്റെ പ്രിയപുത്രൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ മർക്കോസിൻ്റെ സുവിശേഷപ്രകാരം സ്വർഗത്തിൻ്റെ സ്വരം യേശുവിനാണ് നൽകപ്പെട്ടത്. നീ എൻ്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. മർക്കോസ് 1:11. പരിശുദ്ധ ത്രിത്വത്തിലെ മൂന്നാളുകളും വെളിപ്പെട്ടു. യേശുവിൻ്റെ മിശിഹാത്വം വെളിപ്പെടുത്തുന്ന 3 അടയാളങ്ങൾ നൽകപ്പെട്ടു. 1, സ്വർഗം തുറക്കപ്പെട്ടു. 2, പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ യേശുവിൻ്റെ മേൽ ഇറങ്ങി വന്നു. 3, യേശുവിനെ സാക്ഷ്യപ്പെടുത്തുന്ന സ്വർഗത്തിൽ നിന്നുള്ള സ്വരം. മനുഷ്യാവതാരത്തിലൂടെ ദൈവപുത്രനായ യേശു ലോകത്തിൽ പ്രത്യക്ഷപ്പെട്ടു. അവൻ്റെ മാമോദീസായുടെ സമയത്ത് അവനെയും അവൻ്റെ മിശിഹാത്വവും പരമപിതാവ് ലോകത്തിന് വെളിപ്പെടുത്തി. പരിശുദ്ധ ത്രിത്വം വെളിപ്പെട്ടു. ഇത് നമ്മെ വിശുദ്ധീകരിക്കാനും പ്രകാശിപ്പിക്കാനും നിർമ്മലരാക്കാനും ആനന്ദിപ്പിക്കാനും വേണ്ടിയാണ്. മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ ആരാധനക്രമപ്രകാരമുള്ള ദനഹ പെരുന്നാളിൻ്റെ ശുശ്രൂഷയിലെ വെള്ളം വാഴ്ത്തുന്ന ക്രമത്തിൽ ഇവ വ്യക്തമാക്കുന്ന ചില പ്രാർത്ഥനകളുണ്ട്. പിതാവിൽ നിന്നുദിക്കുകയും സകലത്തെയും വെടിപ്പാക്കാൻ വേണ്ടി ജോർദാൻ നദിയിലേക്ക് എഴുന്നള്ളുകയും ചെയ്ത പ്രകാശരശ്മിയെ, നിന്റെ പ്രത്യക്ഷീകരണം അനുഗ്രഹീതമാകുന്നു. സകല ജലാശയങ്ങളെയും നദികളെയും നിന്റെ സ്നാനമുഖാന്തരം നിർമ്മലമാക്കിയ പരിശുദ്ധനായ കർത്താവേ, നിന്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഈ പുണ്യദിനത്തിൽ നിന്റെ വിശുദ്ധിയാൽ ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങളുടെ വായുകൾ നിന്റെ സ്തുതിയുടെ ഉറവയും നിന്റെ കീർത്തനം നിറഞ്ഞ പാത്രങ്ങളുമാക്കി തീർക്കണമേ. പ്രകാശത്തിൻ്റെ മക്കളെ, സകലത്തെയും പ്രകാശിപ്പിക്കുന്ന പ്രഭ ഉദിച്ചിരിക്കുന്നു. അവൻ്റെ പ്രഭയിൽ സന്തോഷിക്കാൻ ഒരുക്കമുള്ളവരായിരിക്കുവിൻ. ജോർദാനെ, നീ സന്തോഷിക്കുക. സർവവും വിശുദ്ധീകരിക്കുന്ന പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ 3 ആളുകൾ നിന്നിൽ വെച്ച് അറിയപ്പെട്ടു. കർത്താവേ, ഇവ ധ്യാനിച്ച് അർത്ഥപൂർണമായി പെരുന്നാളിൽ പങ്കുചേർന്ന് അനുഗ്രഹീതരാകാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.